ട്രാവൽ വിത്ത് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ അബുദാബി കാഴ്ചകളിലെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ അബുദാബിയിലെത്തി. അബുദാബിയിലെ പൈനാപ്പിൾ ബിൽഡിംഗ് ആണ് ഫ്രണ്ട് കാണുന്നത്. പൈനാപ്പിൾ ബിൽഡിംഗ് ആണോ ഇത് കാണുന്നേ? അതൊരു ട്വിൻ ബിൽഡിംഗ് ആണ്. വളമുണ്ട്. ഒരു 4 കിലോമീറ്റർ താഴെയുള്ള നമുക്ക് ലെഫ്റ്റ് തിരിയണേ. ഇത് പൈനാപ്പിൾ ബിൽഡിംഗ്. പൈനാപ്പിൾ പോലെ ഇരിക്കും. അതിന്റെ പുറവശം നോക്ക്, പൈനാപ്പിൾ പോലല്ലേ ഇരിക്കുന്നത്. In 3 kilometers, take the exit on the left. കട്ട പോക്ക് കേട്ടോ. നോക്കുന്നുണ്ടാവില്ല, തിരക്കാണ്. ഈ എക്സിറ്റ് ആണോ? അൽദാന. 2 കിലോമീറ്റർ ഒന്നും ആയില്ല. ഇത് അടുത്തതിൻ്റെ 3ാമത്തെ എക്സിറ്റ്. ഈ അൽദാന എന്ന് പറയുന്ന സ്ഥലമാണോ? എനിക്കറിയില്ല. ഇവിടെ ഒരു എക്സിറ്റ് വരുന്നുണ്ട്. ഇതല്ല. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. അതല്ല. ഞാൻ കയറുന്നു. ദുബൈയുടെ അത്രയും പാടില്ല ഡ്രൈവിങ് ഇവിടെ അല്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദുബൈയിൽ ഡ്രൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ റോഡ് നല്ലത് എനിക്ക് തോന്നുന്നു. റോഡാ അത് ശരിയാണ്. 1 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡ് ഇരിക്കണേ. ഇടത്ത് സൈഡ് ഇരിക്കണേ. നമുക്ക് 800 ലെഫ്റ്റ് എല്ല് കട്ട് ചെയ്ത് പോണേ. സൈഡിലോട്ട് ഒതുക്കി സിഗ്നൽ കൊടുക്കുക. സിഗ്നൽ കൊടുക്കുക പോകും. In 600 meters, take the exit on the left. ചെറിയ സിഗ്നലായി അതേ പറഞ്ഞ സംഭവം. Take the exit. അയ്യോ എന്താ പറയണോ In അടിക്കാൻ. 600 meters, ഇത് സ്പീഡ് slight ട്രാക്ക് left. അല്ലേ അവരങ്ങനെ അടിക്കും. സിഗ്നൽ തിരിച്ചു. ഗൂഗിൾ അമ്മച്ചി അപ്ഡേറ്റഡ് അല്ല ഈ അണ്ടർപാത്തും. സിഗ്നൽ എല്ലാം ഓക്കെയാ. ചോട്ടി ഇവിടുന്ന് ലെഫ്റ്റ് ആണേ. Slight left. ലെഫ്റ്റ് ആയല്ലോ നമ്മള്. In 200 meters, turn left onto Al Fallah Street. ഇവിടെ വന്നല്ലോ നമ്മള്. യെസ്. നമ്മളന്ന് ഫുഡ് കഴിച്ച് റെസ്റ്റോറൻ്റൊക്കെ അറിയില്ല. ഇനി തിരിച്ചു വരുമ്പോ എടുക്കാം. Turn left onto Al Fallah Street. ട്രാഫിക് ഉണ്ടായിരുന്നു നമുക്ക് പോകുന്നത്. അപ്പുറത്തെ അമ്മച്ചി അപ്പുറത്തെ
ട്രാക്കിൽ നിൽക്കുന്നേ ഉള്ളൂ. In 300 meters, continue straight to stay on Alfalo Street. അപ്പുറത്തെ സൈഡ് പോകണം. എവിടെ? ഈ സൈഡ് തന്നെ മതി, ഇത് തന്നെ മതി. ഇങ്ങനെ തന്നെ പോകും. ഇതിനകത്തോടാണോ? Continue straight to stay on ഇല്ലല്ല, നേരെ പോകും, നേരെ Alfalo പോകും. Street. സിഗ്നൽ ക്രോസ് ചെയ്യണം. ചെയ്തിട്ട് Continue on Alfalo Street for 1.5 1.7 kilometers. കഴിഞ്ഞിട്ട് ലെഫ്റ്റ്. ഇതാണോ? 1 കിലോമീറ്റർ കഴിയണം. ഇവിടെ ഒന്നും അല്ല. ഞാൻ കയറി എല്ലാം കെയർലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കും. ചവിട്ടുന്നു, ബ്രേക്ക് ചവിട്ടുന്നു. ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? എന്നെ പോലുള്ള ഡ്രൈവർമാരൊക്കെ ഇന്ന് ചവിട്ടത്തില്ലേ? ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇനി അങ്ങോട്ടാ? ഇനി 1 കിലോമീറ്റർ 200 മീറ്റർ കഴിയുമ്പോൾ വീണ്ടും ലെഫ്റ്റ്. ഈ സൈഡിൽ നിന്നാൽ മതി. ഈ 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. ആ സിഗ്നലല്ല. ഈ സിഗ്നലല്ല. അല്ല അല്ല. എന്തോ ഏതോ ഒരു കടയുടെ പേര് പറഞ്ഞു. ഈ ട്രാക്കിൽ നിന്നാൽ മതി, ലെഫ്റ്റ് തിരിയണം. അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളും മറ്റ് സംവിധാനങ്ങളുമാണ് ഇവിടെ കൂടുതൽ. സിഗ്നലിൽ വീഴുന്നില്ലല്ലോ. ഡ്രൈവർ സാറേ ക്ഷീണിച്ചോ? ഡ്രൈവർ സാറേ സിഗ്നൽ വീണു. നേരെ പോണേ. തിരിയരുത്. ഇവിടെ നിർത്തിക്കോ, സിഗ്നൽ വീണു. എന്തിനാ പണി കാണിച്ചേ? പോയി അങ്ങനെ കയറല്ലായിരുന്നു, നിർത്താമായിരുന്നു. എനിക്ക് ഇനി അങ്ങോട്ടാ? ഇത് 400 മീറ്റർ ലെഫ്റ്റ്. എനിക്ക് 4 സിഗ്നലായി. In 400 meters, turn left toward 18th Street, Sheikh Rashid bin Said Street. എന്നിട്ട് അത് ആ സിഗ്നൽ കട്ട് ചെയ്ത് കയറി കഴിയുമ്പോൾ റൈറ്റ് സൈഡ് കയറണം. നമുക്ക് റൈറ്റ് തിരിയണ്ടേ. എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറ. അല്ല, നമ്മുടെ വീഡിയോ ലോങ് വീഡിയോകൾ കാണുന്നത് ആൾക്കാർക്ക് ബോറടിക്കും. അച്ഛടെ 2 വീഡിയോ കഴിയുമ്പോൾ ആൾക്കാർ അച്ഛനെ ബഹിഷ്കരിക്കും. പക്ഷേ നമ്മൾ ഈ വയസ്സരൊക്കെ കാണുമെന്നേ. ഈ റോഡുകൾ ഇങ്ങനെ പോകുന്നുണ്ടോ? അല്ല, സമയം കളയാനായിട്ടേ ചിലരൊക്കെ ഇരുന്ന് അതിലൊക്കെ കാണും. എന്നെപ്പോലുള്ള വയസ്സന്മാരൊക്കെ ഇരുന്ന് കാണും. ഞാൻ ആക്ച്വലി ലോങ് വീഡിയോസ് ഒത്തിരി ഇരുന്ന് കാണും. സിഗ്നൽ വീണു. വീണു റെഡായി. കയറി എൻ്റെ ഇടയ്ക്ക്.
ജംഗ്ഷനിൽ വീഴാൻ ഭയങ്കര താമസം അല്ലേ? പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ഹോസ്പിറ്റല് ഇനി അടുത്ത ആഴ്ചകളിൽ നല്ല തിരക്കായിരിക്കും അല്ലേ? അക്രഡിറ്റേഷൻ ഇല്ല, ഓഡിറ്റാണ്. എത്ര ദിവസമുണ്ട്? 4 ദിവസം. ഇവിടുത്തുകാരാണോ വരുന്നതോ? യൂറോപ്യൻസ് അങ്ങനെ കട്ട ബ്ലോക്കിൽ കിടക്കുന്നു. ഞാൻ മാത്രമേ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. നിങ്ങളുടെ കയറി തിരിയുന്നിടത്ത് തന്നെയാണേ റൈറ്റ് തിരിയുണ്ട് കുറച്ചുണ്ട്. സിഗ്നലായി. Turn left toward 18th Street, Sheikh Rashid bin Said Street. അങ്ങനെ അബുദാബി കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ സലാം. വണക്കം.